വേണ്ടിയുള്ള തെരച്ചിൽ 10ാം ദിവസം മണിക്കൂറുകൾ പിന്നിടുന്നു. ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ വാഹനം എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന ഭാഗങ്ങൾ ആണ് വെള്ളത്തിനടിയിൽ ഉള്ളത് എന്ന് ദൗത്യസംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴും ആ ഭാഗങ്ങളുടെ ഒരു സാഹചര്യം എന്താണ് എന്നതിൽ വ്യക്തതയൊന്നുമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ അതിഭയാനകമായ ഭീകരമായ ഒരു മണ്ണിടിച്ചിൽ ആയിരുന്നു ഉണ്ടായത്. ടൺ കണക്കിന് ലോഡ് മണ്ണ് അല്ലെങ്കിൽ 100 കണക്കിന് ലോഡ് മണ്ണ് ആണ് ഈ പുഴയിലേക്ക് നിമിഷങ്ങൾക്കകം തെന്നിമാറി പതിച്ചത്. അങ്ങനെ പുഴ ഒരു മൺതിട്ടയായി പോലും മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ലോറി ഉൾപ്പെടെ മറ്റ് ചില വാഹനങ്ങൾ കാറും ഒക്കെ ഉൾപ്പെട്ടിട്ട് പോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നതാണ്. ശരവണനെ പോലെയുള്ള ആളുകളെയൊക്കെ കാണാനില്ല എന്ന് അവരുടെ കുടുംബാംഗങ്ങൾ അടക്കം പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളൊക്കെ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുണ്ടോ എന്നതിലൊന്നും വ്യക്തതയില്ല. പക്ഷേ അർജുൻ ഉണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധന ആണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും 5 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഇടതുവശത്തെ വിൻഡോയിൽ ഞങ്ങൾ കാണിക്കുന്നത് വാർത്താ സമ്മേളനത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ തയ്യാറായി നിന്നതാണ്. പക്ഷേ കാലാവസ്ഥ വളരെ പെട്ടെന്ന് വീണ്ടും മാറിയിരിക്കുന്നു. ഈ പ്രദേശത്ത് അതിശക്തമായ മഴ വീണ്ടും പെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വാർത്താ സമ്മേളനം, അതായത് ഈ അപകടം നടന്ന മേഖലയിൽ തന്നെയാണ് മാധ്യമങ്ങളെ കാണാം എന്ന് അധികൃതർ അറിയിച്ചിരുന്നത്. 5 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണാമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനിടയിൽ ഇപ്പോഴിതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ തോർന്നാൽ മാത്രമേ അവർക്ക് ഒരു വാർത്താ സമ്മേളനം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഇൻപുട്ടുകളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക എന്നതുകൊണ്ട് തന്നെയാണ്. നേരത്തെ സജിത്ത് ഈ അപകടമുണ്ടായതിനു ശേഷം എങ്ങനെയായിരുന്നു തെരച്ചിൽ നടന്നത് എന്നതിൻ്റെ ഓരോ ദിവസത്തെയും ഡേറ്റകൾ ഉൾപ്പെടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. 16-ാം തീയതി രാവിലെ 8:30-9 മണിയോടുകൂടി ആണ് ഈ ഷിരൂർ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ദുരന്ത നിവാരണ സേന അംഗങ്ങൾ അപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, പോലീസ് സംവിധാനങ്ങൾ, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വളരെ കൃത്യമായി ഏകോപനം നടത്തിയുള്ള തെരച്ചിലാണ് നടത്തിയത് എന്നാണ് കർണാടകം പറയുന്നത്. എന്നാൽ ആ സമയത്തും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതുപോലെ അതിശക്തമായ മഴ, റെഡ് അലർട്ടായിരുന്നു ഈ പറയുന്ന ഷിരൂർ എന്ന പ്രദേശത്തുണ്ടായിരുന്നത്. അങ്ങനെ അതിശക്തമായ മഴയാണ് തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്നത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ 16-ാം തീയതി ഉൾപ്പെടെ. അപ്പോൾ വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്നു. അതിന് മുകളിലേക്ക് വീണ്ടും മഴ അതിശക്തമായി പെയ്തിറങ്ങുന്നു. അങ്ങനെ ഒരു കാരണവശാലും എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ വലിയ യന്ത്രഭാഗങ്ങൾ എത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അവിടെ. ഇപ്പോൾ ഫുൾ സ്ക്രീനിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ ബാരിക്കേഡുകൾ വെച്ചിട്ടുള്ള ഭാഗത്ത് അവിടെയായിരുന്നു മാധ്യമപ്രവർത്തകർ മൈക്കുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുമിച്ച് മാധ്യമപ്രവർത്തകരെല്ലാവരും ഒരുമിച്ച് ഈ വാർത്താ സമ്മേളനം കവർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അവിടെ മാധ്യമപ്രവർത്തകരെ കാണും ഈ രക്ഷാദൗത്യത്തിൻ്റെ പെട്ടവർ എന്നുള്ളതാണ് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും വലിയ വെല്ലുവിളികൾ ഒക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഈ വാർത്തകൾ നിരന്തരം ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്ന് വിശ്രമിക്കാൻ പോലും പറ്റുന്ന സംവിധാനങ്ങൾ എവിടെയുമില്ല. അവിടെ ഉണ്ടായിരുന്ന ചായക്കടയും വീടുകളും ഒന്നും ഇല്ല. അവിടെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതാണ്. അങ്ങനെയൊരു ദുരന്ത ഭൂമിയിൽ ആണ് മാധ്യമപ്രവർത്തകരും നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്ന, രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സംഘവും എന്നത് എടുത്തു പറയേണ്ടതാണ്. 16-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിൽ പോലും ബാക്കിയുള്ള മണ്ണ് നമുക്ക് ഒരു ഭാഗത്ത് ദൃശ്യങ്ങളിൽ കാണാം. ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ വലതുവശത്ത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചെങ്കല്ലുകൾ നിറഞ്ഞ മൺകൂന എന്നത് എത്രത്തോളം ഉയരത്തിലാണ് എന്നുള്ളതാണ്. ഈ ഷിരൂർ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്നത് ഒരു ഭാഗത്ത് കൂറ്റൻ മലയിടുക്കുകൾ ആണ്, വലിയ ഉയരമുള്ള മലയിടുക്കുകൾ ആണ് എന്നതാണ്. ഏതാണ്ട് 300 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ ഉള്ള കുന്നുകൾ, മല ഇടുക്കുകൾ ആണുള്ളത്. അതിൻ്റെ ഓരത്തുകൂടി ആണ് ഈ ദേശീയപാത 66 കടന്നു പോകുന്നത്. മറുഭാഗത്താകട്ടെ വലിയ വീതിയിൽ ഒഴുകുന്ന ഗംഗാവാലി പുഴയാണ്. അതിന് പലപ്പോഴും
നേരത്തെ സജിത്ത് അത് സൂചിപ്പിച്ചിരുന്നു. അതായത് വർഷകാലങ്ങളിൽ വെള്ളം കൂടുതൽ ഉള്ള സമയത്ത് ഏതാണ്ട് 500 മീറ്റർ വരെയൊക്കെ, 500 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ ആണ്. അത് പ്രേക്ഷകർക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. മറുകരയിൽ നിന്ന് നോക്കിയാൽ 1/2 കിലോമീറ്റർ അപ്പുറത്താണ് അടുത്ത കര കാണാൻ സാധിക്കുന്നത്. ഒരു കരയിൽ നിന്ന് നോക്കിയാൽ മറുകര കാണണമെങ്കിൽ 1/2 കിലോമീറ്റർ ദൂരമുണ്ടാകുന്നു. അങ്ങനെ 400-500 മീറ്ററിനിടയിൽ അത്രയും വീതിയിൽ ചില ഘട്ടങ്ങളിൽ ഒഴുകുന്ന, കൂടുതൽ കരപ്രദേശത്തേക്ക് വെള്ളം വ്യാപിച്ച് ഒഴുകുന്ന പുഴയാണ് ഈ ഗംഗാവാലി പുഴ. ഈ അപകടം നടക്കുമ്പോൾ നല്ല ജലത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ആണ് ഈ മല ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്.